ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 129. അനന്തൻ പറഞ്ഞതനുസരിച്ച് സൈരന്ധ്രി ആ ശംഖിലേക്ക് ഊതി. അവൾ അതിലേക്ക് ഊതിയതും ആ ശംഖിൽ നിന്ന് ഒരു തരം എനർജി പുറത്തേക്ക് ചാടാൻ തുടങ്ങി. സൈരന്ധ്രി ഇത് കണ്ട് ഞെട്ടലോടെ അനന്തനെ നോക്കി. ഈ ശംഖ് ഇത്... അവളുടെ അതിശയം കണ്ട് അനന്തൻ പറഞ്ഞു, ഇതൊരു ഡിവൈൻ ടെക്നിക്കാണ്. നിന്റെ കുടുംബവുമായി ഇതിനെന്തോ ഒരു ബന്ധമുണ്ട് എന്നെന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഇത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചോളൂ. ഭാവിയിൽ ഒരു ദിവസം നിനക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടായേക്കാം. അതും പറഞ്ഞ് അനന്തൻ ആ ശംഖ് അവൾക്ക് നൽകി. അനന്തൻ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ സൈരന്ധ്രി ഒന്നുകൂടി ആ ശംഖ് മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി. അവൾ എന്തോ പെട്ടെന്ന് ഓർത്തെടുത്തു. അതെ അനന്ത, ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ശംഖുകള് എന്റെ വീട്ടിലെ ആൽബത്തില്. എന്റെ മുത്തശ്ശന്മാരൊക്കെ ഫോട്ടോയിൽ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ശംഖ്. അല്ല, അതും ഇതുമൊക്കെ സെയിം ആയിരിക്കോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അല്പനേരത്തിനുള്ളിൽ തന്നെ അവർ അനന്തന്റെ വീടിന് മുന്നിലെത്തി. അവൻ അവളോട് യാത്ര പറഞ്ഞ് കാറിൽ നിന്നിറങ്ങിയതും സൈരന്ധ്രി നിറഞ്ഞ മനസ്സോടെ അവനോട് പറഞ്ഞു, ഒരുപാട് താങ്ക്സ് അനന്ത, ഈ ഗിഫ്റ്റ് എനിക്ക് തന്നതിന്. എനിക്ക് ഈ ശംഖ് ഒത്തിരി ഇഷ്ടമായി. നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട് ഭാവിയിൽ ഇത് എനിക്ക് ഉപകാരപ്പെടുമെന്ന്. അവൾ പറഞ്ഞത് കേട്ട് അനന്തൻ ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, നന്ദിയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം നീ എന്നെ ഈ യാത്രയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തിരിച്ച് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എന്നാലും അനന്ത, നിനക്ക് എങ്ങനെയാ മനസ്സിലായത് എന്റെ മുത്തശ്ശന്മാരുടെ കയ്യിലുണ്ടായിരുന്ന അതേ സാധനം ആ വഴിയോര കച്ചവടക്കാരുടെ കയ്യിലുണ്ടായിരിക്കുമെന്ന്? അത് മാത്രമല്ല, ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു വിടുമ്പോ ഞാൻ കൃത്യമായി അത് തന്നെ ചൂസ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാം? അത് കേട്ട അനന്തൻ ശരിക്കും ചിരിച്ചുപോയി. എനിക്ക് അതൊക്കെ നേരത്തെ അറിയാമായിരുന്നുവെന്ന് നിന്നോട് ആര് പറഞ്ഞു? പാതി നിന്റെ ഭാഗ്യമാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് നിനക്ക് ചുറ്റും ഭാഗ്യത്തിന്റെ രശ്മികൾ അലയടിക്കുന്നത് എനിക്ക് നന്നായി കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഒന്ന് പരീക്ഷിച്ചത്. പക്ഷേ അത് ഇത്ര കണ്ട് വിജയിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം കേട്ട സൈരന്ധ്രി ആവേശത്തോടെ ചോദിച്ചു, നീ സത്യത്തിൽ എന്തിനാ കോളേജിലൊക്കെ പോകുന്നത്? നിനക്ക് ഈ ഭൂമിയിൽ ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ ഈ കോളേജിന്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെയും ഒക്കെ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ നിനക്ക് ജീവിക്കാലോ. നിന്റെ ഈ കഴിവുകളുടെ 100-ൽ ഒരു അംശം ഉപയോഗിച്ചാൽ മതിയല്ലോ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ധനികനായ വ്യക്തിയായിട്ട് നീ മാറാൻ. അവൾ ചോദിച്ചു. ഇതെല്ലാം കേട്ട അനന്തൻ ഗൗരവത്തോടെ പറഞ്ഞു, നീ എന്നെ പറ്റി ഇത് എന്തൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഇതെല്ലാം ഭാഗ്യത്തിന്റെ കളിയാണ്. ഭാഗ്യം കൂടി തുണച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു യോദ്ധാവിന് തന്നെ യുദ്ധഭൂമിയിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. 1, പോരാട്ടം തുടരാം. 2, അടിയറവ് പറഞ്ഞ് കീഴടങ്ങി ജീവൻ രക്ഷിക്കാം. ഇനി 3, മരണം സ്വീകരിക്കാം. പക്ഷേ ഒരു യോദ്ധാവ് ഒരിക്കലും ഭാഗ്യത്തെ കൂട്ടുപിടിക്കില്ല. അയാൾ യുദ്ധം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഭാഗ്യത്തെ പറ്റി ചിന്തിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിലേ ഭാഗ്യം നമ്മളെ തേടി വരുള്ളൂ. അല്ലാതെ കഴിവുണ്ടെന്നും കരുതി കുരുട്ട് വഴികളിലൂടെ പണക്കാരനാവുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അനന്തൻ പറയുന്നത് കേട്ട് സൈരന്ധ്രിയുടെ ചിരിയുടെ അർത്ഥം മാറി. അത് കണ്ട് അവൻ ചോദിച്ചു, ഞാൻ വല്ലാതെ പഴഞ്ചനായിട്ടാണോ സംസാരിക്കുന്നത്? ഇത് കേട്ട സൈരന്ധ്രി ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുറച്ച് ഫണ്ണിയായിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, എനിക്ക് മനസ്സിലാവാത്തത് തനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്നാണ്. സത്യത്തില് താൻ ആരാണ് അനന്ത? അത് ചോദിക്കുന്ന നേരം സൈരന്ധ്രിയുടെ മുഖം വല്ലാതെ ചുവന്നു തുടുത്തിരുന്നു. കവിളുകൾ രണ്ടും പ്രണയത്താൽ തുടുത്തു വരുന്നത് അനന്തൻ മനസ്സിലാക്കി. അവളുടെ മുഖത്തും ചുണ്ടുകളിലുമൊക്കെ അസാധാരണമായ ഒരു വശ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് അവളെ ആര് കണ്ടാലും ആ സൗന്ദര്യത്തിൽ മോഹിച്ച് അവളിലേക്ക് ആകൃഷ്ടനാകുമെന്ന് തീർച്ച. അനന്തനും ഇത് കണ്ടൊരു പ്രത്യേക ആകർഷണം സൈരന്ധ്രിയോട് തോന്നി. പക്ഷേ അത് സ്വയം തിരിച്ചറിഞ്ഞ് സ്വബോധത്തിലേക്ക് വന്ന അനന്തൻ അവളുടെ തലയിൽ തമാശയ്ക്ക് കൊട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ട് സമയം കളയണ്ട. നിനക്കിത് തീരെ സ്യൂട്ടാവുന്നില്ല. ഇത് കേട്ട സൈരന്ധ്രി അല്പം കൊഞ്ചിക്കുഴഞ്ഞ് അനന്തനോട് പറഞ്ഞു, എന്താ ചേരാത്ത്? എനിക്ക് ഈ ക്യൂട്ട് ഫേസും ചേരും, അല്പം റൂഡ് ഫേസും ചേരും. എന്താ സംശയം? അവൾ ചോദിച്ചതും ഇനി അവളുടെ കൊഞ്ചിക്കുഴയിൽ കണ്ട് അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായ അനന്തൻ അവളോട് യാത്ര പറഞ്ഞ് തിരികെ അയച്ച ശേഷം വീട്ടിലേക്ക് കയറി. അനന്തൻ എത്തിയപ്പോഴേക്കും രാത്രി ഏറെ വൈകിയതിനാൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ ആരെയും ശല്യം ചെയ്യാതെ സ്വന്തം മുറിയിലേക്ക് പോയി.
15 ദിവസത്തേക്ക് അവനും പല അസ്വസ്ഥതകളിലൂടെയാണല്ലോ കടന്നു പോകേണ്ടത്. അതിന്റെ ക്ഷീണം അവനിലും നല്ല രീതിയിലുണ്ട്. ശരീരം വിശ്രമത്തിന് വേണ്ടി കൊതിക്കുന്നത് മനസ്സിലാക്കി അവനും ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കം അവൻ പിറ്റേന്ന് രാവിലെ 9 മണി വരെ ഉറങ്ങി. സാധാരണ അവൻ പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ്. അന്ന് നേരം വൈകി എഴുന്നേറ്റ അനന്തൻ വേഗം കുളിച്ച് വേഷം മാറി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോയത്. അവരുടെ ആഗ്രഹം പോലെ തന്നെ ഗോവിന്ദ പണിക്കർ സകല രോഗങ്ങളിൽ നിന്നും ഭേദമാക്കപ്പെട്ട കാര്യം അനന്തൻ അവരെ അറിയിച്ചു. അവർക്ക് ആ വാർത്ത കേട്ട് സന്തോഷം സഹിക്കവയ്യാതെ കണ്ണുകൾ നിറഞ്ഞു. അവർ പഴയ കടപ്പാടോർത്ത് അനന്തനോട് അയാൾ തനിക്ക് ചെയ്തു തന്ന സഹായത്തെപ്പറ്റി പറഞ്ഞു. 30 വർഷം മുൻപ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അയാൾ തനിക്ക് രക്തം നൽകി പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ ഇന്ന് ഈ ലോകത്തിലേ തന്നെ ഉണ്ടാവില്ലായിരുന്നുവെന്ന് അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അനന്തൻ ഇതെല്ലാം കേട്ടു നിന്നെങ്കിലും അയാളുടെ രോഗം താൻ ചികിത്സിച്ചു മാറ്റി എന്നല്ലാതെ അയാളുടെ നട്ടെല്ലിൽ ഒരു കറുത്ത ഭീകര ജീവി താമസിച്ചിരുന്നുവെന്നോ അതുപോലെ അയാളുടെ കുടുംബം മുഴുവൻ കടലിലെ പൈശാചിക ശക്തിയുടെ പിടിയിലായിരുന്നുവെന്നോ ഒന്നും തന്നെ അവൻ മുത്തശ്ശിയോട് വിശദീകരിക്കാൻ നിന്നില്ല. അനന്തന് ഇപ്പോൾ മനസ്സിലായി, തന്റെ മുത്തശ്ശിയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന അസുഖം പോലും 30 വർഷം മുൻപ് ഗോവിന്ദ പണിക്കരുടെ രക്തദാനത്തിലൂടെ പകർന്നു വന്നതാവുമെന്ന്. ആ പൈശാചിക ശക്തികളുടെ അധീനതയിലായ രക്തമാണ് മുത്തശ്ശിക്ക് ഇത്രയും വർഷം നീണ്ടു നിൽക്കുന്ന വയറുവേദനയും മറ്റും സമ്മാനിച്ചത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ മുത്തശ്ശി തീർച്ചയായും ഭയക്കും. അതുകൊണ്ട് അവൻ മൗനം പാലിച്ചു. അതിനുശേഷം 15 ദിവസത്തോളം അനന്തൻ വീട്ടിൽ തന്നെ കഴിഞ്ഞു. അവന്റെ ഉള്ളിൽ കയറിക്കൂടിയ ദുഷ്ടശക്തിയെ പ്രതിരോധിക്കാൻ അവൻ ഈ ഉള്ള ദിവസങ്ങളിൽ ശ്രമിച്ചു. ഈ 15 ദിവസം പുറത്തെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പോകാത്തത് കൊണ്ട് അവന് കുറെ കാലത്തിന് ശേഷം തന്റെ മുത്തശ്ശിക്കും അനിയത്തിക്കുമൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അവൻ അവന്റെ അച്ഛന് പുതിയ കുറച്ച് ചികിത്സാ രീതികളും കൂടി പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം രാത്രി അനന്തന്റെ മുറിയിലേക്ക് വന്ന അരുന്ധതി അവനോട് ചോദിച്ചു, ഏട്ടനെല്ലാം പഠിച്ചോ? ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി എക്സാമിന്. ഞാൻ ഇത്തവണ ഏട്ടനുമായി കോമ്പറ്റീഷനാണ് കേട്ടോ. ഈ വീട്ടിലെ ടോപ്പർ ഞാനായിരിക്കും. അവൾ കുറുമ്പോടെ പറഞ്ഞു. എന്നെ തോൽപ്പിക്കാനാണോ ഇത്തവണ ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നത്? ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. 2-3 ദിവസമായി ബുക്ക് നിലത്ത് വെച്ച് കണ്ടിട്ടില്ല നിന്നെ. എല്ലാം പഠിച്ചോ നീ? അനന്തൻ ചോദിച്ചു. അവളോട് സംസാരിച്ചു നിൽക്കവേ അനന്തന്റെ മനസ്സ് കുറച്ച് പിന്നിലോട്ട് പോയി. 2 വർഷം മുൻപ് ഇതുപോലൊരു പരീക്ഷാ കാലത്തായിരുന്നു ട്രക്ക് ഇടിച്ച് തനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ഇപ്പോൾ വീണ്ടും ആ പരീക്ഷകൾ തന്നെ തേടിയെത്തിയിരിക്കുന്നു. ജീവിതം 2 വർഷത്തിന് മുൻപേ എവിടെ വെച്ച് നിന്നോ വീണ്ടും അവിടെ തന്നെ എത്തി നിൽക്കുന്നത് പോലെ. ഇതെല്ലാം ആലോചിച്ച് അവൻ ആത്മഗതം പോലെ സ്വയം പറഞ്ഞു, യൂണിവേഴ്സിറ്റി എക്സാം കഴിയുമ്പോൾ രാജീവ് വർമ്മയുടെയും സുരഭി അയ്യരുടെയും വിവാഹം. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്താൻ പോകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനന്തന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. 3 തവണ അലസമായി കണ്ണ് ചിമ്മി തുറന്നതുപോലെ 3 ദിവസം അതിവേഗം കടന്നുപോയി. യൂണിവേഴ്സിറ്റി എക്സാമും വന്നെത്തി. അന്ന് അനന്തനും അരുന്ധതിയും കോളേജിലെത്തിയപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ കയ്യിൽ ബുക്കുമായി നിൽക്കുന്നുണ്ട്. ചിലരോടൊപ്പം അവരെ കൊണ്ടുവിടാൻ വന്ന പാരന്റ്സുമുണ്ട്. അവർ മക്കളെ നന്നായിട്ട് എഴുതണം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അനന്തൻ ഇതെല്ലാം നിസ്സംഗമായി നോക്കി നിന്നു. ഈ പാരന്റ്സിന്റെ ഒക്കെ കഷ്ടപ്പാടും വിയർപ്പുമാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളുടെയും ഭാവി, ഒപ്പം അവരുടെ കഠിന പ്രയത്നവും. ഇന്നിതാ അവരുടെയൊക്കെ കഷ്ടപ്പാടിന്റെയൊക്കെ ഫലം കണ്ടുകൊണ്ട് അവരുടെ മക്കൾ യൂണിവേഴ്സിറ്റി പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഇനി പലരുടെയും ഭാവി നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ ഈ പരീക്ഷ തന്നെ ആവാം. അതിന്റെ ടെൻഷനൊക്കെയും കുട്ടികളെക്കാൾ പാരന്റ്സിന്റെ മുഖത്താണ് കാണാൻ കഴിയുന്നത്. അവൻ ഒരു പുഞ്ചിരിയോടെ ഓർത്തു. അരുന്ധതി തന്റെ ഏട്ടനെയും നന്നായിട്ട് എഴുതണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. ഏട്ടൻ ഈ എക്സാം 2ാം തവണയാണ് നേരിടാൻ പോകുന്നത്. ലൈഫിൽ വീണ്ടും ഒരു ചാൻസ് കിട്ടി എന്ന് വേണം കരുതാൻ. നമ്മൾ 2 ആളും റാങ്ക് വാങ്ങിയാൽ അച്ഛൻ എത്രത്തോളം സന്തോഷാവുമെന്ന് ഓർത്തു നോക്കി, അവൾ പറഞ്ഞു. ഇത് കേട്ട അനന്തൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അച്ഛന് മാത്രമല്ല പെണ്ണെ, ഇപ്പോ മുത്തശ്ശി നമ്മുടെ ഒപ്പം ഇല്ലേ? മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം തോന്നും. നീയും നന്നായിട്ട് എഴുതണേ. മറ്റു കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുക എന്നത് അവരുടെ ഭാവിയെ തന്നെ തിരുത്താൻ കഴിയുന്ന അത്ര പവർഫുൾ ആയ ഒന്നാണ്. എന്നാൽ അനന്തൻ ഇതൊരു പൂ പറിക്കുന്നത് പോലെ അനായാസമായ കാര്യമാണിപ്പോൾ. അല്പനേരത്തിനുള്ളിൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അനന്തൻ അതിലെ ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി നിസാരമായി ഉത്തരം എഴുതി. നാഗലോകത്തു നിന്നും സർവജ്ഞാനവും നേടി തിരികെ എത്തിയ അവന് സ്കൂൾ കുട്ടികളുടെ പരീക്ഷ എത്രത്തോളം നിസാരമായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ എല്ലാം എഴുതി തീർന്ന അവൻ ഒരാവർത്തി കൂടി
വായിച്ചു നോക്കിയ ശേഷം പേപ്പർ തിരികെ കൊടുത്തു. അടുത്ത ദിവസങ്ങൾ കൂടി ഇങ്ങനെ കടന്നുപോയി. പരീക്ഷകളൊക്കെ അനന്തൻ നിസാരമായി എഴുതി. അവസാന പരീക്ഷയുടെ ദിവസം അനന്തൻ പേപ്പർ കൊടുത്ത് പുറത്തു വന്ന് അരുന്ധതിയെയും കാത്തു നിൽക്കുകയാണ്. ഇനി 10 മിനിറ്റ് കൂടിയുണ്ട് പരീക്ഷ തീർന്ന് ബെല്ലടിക്കാൻ. അനന്തൻ സ്കൂളിന്റെ പാർക്കിംഗ് ഏരിയയിലൂടെ വെറുതെ കണ്ണോടിച്ചു. വളരെയധികം ലക്ഷറി കാറുകളും വില കൂടിയ ബൈക്കുകളും ഒക്കെ കിടക്കുന്നുണ്ട്. അവിടെ കുറച്ചു മാറി തന്നെ പ്രിൻസിപ്പൽ സാറും മറ്റു ടീച്ചേഴ്സും ഒക്കെ സംസാരിച്ചു നിൽപ്പുണ്ട്. അവിടെ ഒരു യുവാവ് അരയന്നങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതും അനന്തൻ കണ്ടു. കുറേയേറെ കുട്ടികൾ അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവന്റെ അരികിലേക്ക് ആരും ചെന്നില്ല. എല്ലാവരും അവനെ അല്പം മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അനന്തനും അയാളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടാണ് അരുന്ധതി അങ്ങോട്ടേക്ക് വന്നത്. അനന്തൻ ആ യുവാവിനെ നോക്കി എന്തോ കാര്യമായി ആലോചിക്കുന്നത് കണ്ട് ആരാണത് എന്ന് അരുന്ധതി ശ്രദ്ധിച്ചു. ആളെ തിരിച്ചറിഞ്ഞ അവളുടെ ശരീരം ഒന്നാകെ വിറച്ചു. അധ്യായം 130. അരുന്ധതി എക്സാം കഴിഞ്ഞ് അനന്തന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവൻ ആരെയോ നോക്കിയിരിക്കുന്നതാണ് അവൾ കണ്ടത്. ആരെയാണ് ഏട്ടൻ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്ന് തിരഞ്ഞ അവളുടെ കണ്ണുകൾ ഒരു യുവാവിൽ ഉടക്കി. രാജീവേട്ടൻ, അവൾ അറിയാതെ പറഞ്ഞു. ഏട്ടാ, രാജീവേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. ദേ, എല്ലാവരും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുക. അരുന്ധതി പറഞ്ഞത് കേട്ട് അനന്തൻ അവളെ ഒന്ന് നോക്കി. വരട്ടെ, കല്യാണം അടുത്തില്ലേ, അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അനന്തൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുവെങ്കിലും അപ്രതീക്ഷിതമായി രാജീവിനെ അവിടെ കണ്ട അവനും അല്പം ഞെട്ടിയിട്ടുണ്ട്. അനന്തന്റെ കസിനായ രാജീവ് വർമ്മയ്ക്ക് അവനേക്കാളും വെറും 1 മണിക്കൂറിന്റെ മൂപ്പേ ഉള്ളൂ. പക്ഷേ തറവാട്ടിലെ മൂത്ത ആൺകുട്ടി എന്ന പേരിൽ അവന് ചെറുപ്പം മുതലേ ആവശ്യത്തിലധികം വാത്സല്യവും സ്ഥാനവും ഒക്കെ ലഭിച്ചിരുന്നു. ഇപ്പോൾ അനന്തന്റെ പെണ്ണ് എന്ന ചെറുപ്പം മുതലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സുരഭി പോലും രാജീവിന്റെ വധുവാകാൻ പോകുന്നു. രാജീവ് വർമ്മയെ കാണാൻ നല്ല ഉയരവും ഉറച്ച ശരീരവും ഒക്കെയാണ്. ചെറുപ്പം മുതലേ കളരി അഭ്യസിക്കുന്നതിന്റെ മെയ്വഴക്കവും കരുത്തും വേറെയുണ്ട് അവനിൽ. ഒരാൾക്കൂട്ടത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിലും അവനെ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെയുള്ള രൂപവും ബോഡി ലാംഗ്വേജുമായിരുന്നു രാജീവ് വർമ്മയ്ക്ക്. പ്രിൻസിപ്പൽ അവനോട് സംസാരിക്കുകയാണ്. രാജീവ്, നിനക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ കോളേജിലോട്ടൊക്കെ വരണം. ഇവിടുത്തെ കുട്ടികൾക്ക് നീ ഒരു ഇൻസ്പിറേഷൻ ആണ്. നീ സ്റ്റേറ്റ് ടോപ്പർ അല്ലേ? പിന്നീട് വന്ന ബാച്ചിൽ ആരും ഇതുവരെ നിന്റെ റെക്കോർഡ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ നിന്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ നേടണമെന്ന വാശി ഇപ്പോഴും ഉണ്ട്. പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രാജീവ് വർമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. കളരിയും മറ്റു മാർഷൽ ആർട്സും അക്കാദമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റി വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പഠിച്ചത് ഒരു സാധാരണ യൂണിവേഴ്സിറ്റി അല്ല സാർ. എല്ലാവർക്കും ഈസിയായി അഡ്മിഷൻ നേടിയെടുക്കാൻ കഴിയില്ല അവിടെ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ലഭിക്കൂ. പിന്നെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, ജന്മസിദ്ധമായിട്ടുള്ള കഴിവും വേണം. പക്ഷെ നമ്മുടെ കോളേജിൽ നിന്ന് മിനിമം 2 കുട്ടികൾക്കെങ്കിലും അവിടെ ഈ വർഷം അഡ്മിഷൻ നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അതിനുള്ള സ്വാധീനം ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജീവ് പറയുന്നതെല്ലാം കേട്ട പ്രിൻസിപ്പൽ പറഞ്ഞു. അതില് ഒരാൾ സുരഭി തന്നെ ആയിരിക്കുമല്ലോ. അതിന് വേണ്ട മാർക്സ് ക്രാക്ക് ചെയ്യാൻ അവളെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. ഷീസ് റിയലി വെരി ഹാർഡ് വർക്കിംഗ്. അവൾ ഈ വർഷത്തെ സ്റ്റേറ്റ് ടോപ്പർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിന്റെ പാത തന്നെയാണ് അവൾ പിന്തുടരുന്നത്. പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രാജീവ് ഗൗരവത്തോടെ തലകുലുക്കി. ഐ നോ സർ, ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മെഡിക്കൽ ഫീൽഡ് വഴിയാണെങ്കിലും മാർഷൽ ആർട്സ് വഴിയാണെങ്കിലും വർമ്മ ഫാമിലി ഈ നാട്ടിൽ നല്ലൊരു പേരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനായാലും സുരഭി ആയാലും കൈവയ്ക്കുന്ന ഒന്നിലും 2ാം സ്ഥാനത്തേക്ക് പിൻവാങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കാറ് പോലുമില്ല. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ താൻ പഠിച്ചിരുന്ന ആ കോളേജ് ആകെ ഒന്ന് നോക്കി. ശേഷം ഇങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ വർഷം അവൾക്ക് എന്തോ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ഫസ്റ്റ് റാങ്ക് മിസ്സായി. അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ വർഷം വീണ്ടും ആ എക്സാം ഒന്നും കൂടി അറ്റൻഡ് ചെയ്യുന്നത്. ഇത്തവണ അവൾ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡർ ആവും എന്നതിൽ ഒരു സംശയമില്ല. രാജീവ് പൂർണ്ണ വിശ്വാസത്തോടെ പറഞ്ഞു. ഇത് കേട്ട് പ്രിൻസിപ്പൽ ഒരു ചിരിയോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ. സുരഭി വളരെ ടാലന്റഡ് ആൻഡ് ഇന്റലിജന്റ് ആണ്. അവൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുമെന്നും തന്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ നേടുമെന്നും യാതൊരു സംശയമില്ല. സുരഭി മാത്രമല്ല, അരുന്ധതിയും ഈ ഇടയായി അക്കാഡമിക്സിൽ വളരെ നല്ല പെർഫോമൻസ് ആണ്. അവളും ഒരുപക്ഷെ നല്ലൊരു റാങ്കിലെത്താൻ ചാൻസ് ഉണ്ട്. പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രാജീവിന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ ചോദിച്ചു, സർ, ഏതരുന്ധതിയുടെ കാര്യമാണ് ഈ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത്
അരുന്ധതി വർമ്മയുടെ കാര്യ. ആ കുട്ടിയും പഠനത്തിൽ മിടുക്കിയ. അല്ലെങ്കിൽ തന്നെ വർമ്മ ഫാമിലിയിൽ ആരാണ് പഠനത്തിൽ പിന്നോട്ടുള്ളത്? എല്ലാവരും വളരെ മിടുക്കുള്ള കുട്ടികളല്ലേ? പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രാജീവ് വർമ്മയുടെ അടുത്ത് നിന്ന കുട്ടികളുടെയൊക്കെ മുഖം വിളറി. കാരണം വർമ്മ ഫാമിലി എത്ര കണ്ട് ഫേമസ് ആണോ അത്രത്തോളം തന്നെ വിവാദമായ കാര്യമാണ് അനന്തനെയും അരുന്ധതിയെയും വാസുദേവനെയും അവിടെ നിന്ന് പടിയിറക്കി വിട്ടതാണെന്നുള്ള കാര്യവും. അത് നാട്ടിലാകെ പാട്ടായ കാര്യമാണ്. അങ്ങനെയിരിക്കെ പ്രിൻസിപ്പൽ എന്തിനാണ് അരുന്ധതിയെ വർമ്മ ഫാമിലിയിലെ പെൺകുട്ടിയായി രാജീവിനോട് പറഞ്ഞതെന്ന് എല്ലാവരും ചിന്തിച്ചു. രാജീവിന് അതൊരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നവർ ഓർത്തു. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാജീവ് വർമ്മയുടെ മുഖത്തെ ചിരി മങ്ങി. അവൻ പരുക്കൻ സ്വരത്തിൽ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, സർ പ്ലീസ്, അരുന്ധതിയെ ഞങ്ങളുടെ വർമ്മ ഫാമിലിയോട് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് ഞങ്ങളുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടുത്തെ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. രാജീവിന്റെ സംസാരം മുഷിഞ്ഞത് കണ്ട് പ്രിൻസിപ്പൽ അല്പം ജാള്യതയോടെ പറഞ്ഞു, ഐ എം റിയലി സോറി രാജീവ്, ഞാൻ ഓർക്കാതെ പറഞ്ഞതാണ്. അവരുടെ ഫാമിലി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് എന്ന് എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്ര വർഷമായില്ലേ, അതൊക്കെ സോൾവ് ആയി കാണുമെന്ന് കരുതി. രാജീവ് അയാൾ പറഞ്ഞതിനെ അത്ര മുഖവിലയ്ക്ക് എടുത്തില്ല. അവൻ പറഞ്ഞു, ഇതൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കാമായിരുന്നു സാറിന്. വഴിയെ പോണവരെയൊക്കെ പിടിച്ച് വർമ്മ ഫാമിലിയിലെ മെമ്പറാക്കിയാൽ അത് നാളെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും. രാജീവ് വർമ്മയുടെ സംസാരത്തിന്റെ രീതി മാറിയപ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും മുഖം കറുത്തു. പിന്നീട് അല്പനേരം അവിടെ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അപ്പോഴേക്കും എക്സാം കഴിഞ്ഞ് ബെല്ലടിച്ചു. ബാക്കിയുള്ള കുട്ടികളും കൂടി പുറത്തേക്ക് വന്നു. അവിടെ ആകെ ബഹളമായി. പുറത്തേക്ക് വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് സുരഭിയെ വേറിട്ടറിയാമായിരുന്നു. അവൾക്ക് ഒരു പ്രത്യേക പ്രൗഢിയൊക്കെ തോന്നും. ദൂരെ നിന്നേ രാജീവിനെ കണ്ട അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. അവളുടെ ചുവടുകൾക്ക് വേഗതയേറി. അവൾ അവന്റെ അരികിലേക്ക് ഓടി വന്നു. ആഹാ, എത്തിയോ? അവൾ ചോദിച്ചവനെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞതും അവൻ അവളെ തടഞ്ഞു. ഇത് കോളേജാണ് സുരഭി, ചുറ്റും ഒന്ന് നോക്കുന്നേ. നമ്മുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നീ ആയിട്ട് കളയരുത്. ഇവിടെ വെച്ച് മറ്റു കുട്ടികളെ കാണിച്ചുകൊണ്ടല്ല സ്നേഹപ്രകടനം. രാജീവ് വർമ്മയുടെ പെട്ടെന്നുള്ള പ്രതികരണം കണ്ട അവളുടെ മുഖം വിളറി. അവൾക്ക് താൻ അപമാനിക്കപ്പെട്ടതിലുള്ള ചെറിയ ദേഷ്യവും പരിഭവവും ഉള്ളിലൊതുക്കി മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവനോട് സംസാരിച്ചു. സോറി രാജീവ്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അവൾ അതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ആ സമയം അവിടെയുള്ള പല പെൺകുട്ടികളും രാജീവ് വർമ്മയെ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട്. ഇതെല്ലാം സുരഭി ശ്രദ്ധിക്കുന്നുമുണ്ട്. ദേ നോക്കി, ഇതല്ലേ രാജീവ് വർമ്മ? എന്ത് ഹോട്ടാണല്ലേ കാണാൻ. ആള് ഇവിടെ ഇല്ലായിരുന്നല്ലോ, എപ്പോഴാ വന്നേ? ആളിന്റെ കല്യാണം അല്ലേ സുരഭി ചേച്ചിയായിട്ട്. സുരഭി ചേച്ചി ഒരു ഭാഗ്യം ചെയ്ത പെൺകുട്ടി തന്നെ. അല്ലെങ്കിൽ രാജീവ് വർമ്മയെ പോലെ ഒരാൾ കിട്ടുവോ? നീ പുള്ളിക്കാരൻ വന്ന കാറ് ശ്രദ്ധിച്ചോ? എന്നാ ഒരു സ്റ്റൈലാണ്. അതിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന് പുള്ളിക്കാരന്റെ സഹധർമ്മിണിയായി കറങ്ങാനുള്ള ഭാഗ്യം സുരഭി ചേച്ചിക്കാണല്ലോ. ഒരു കൂട്ടം പെൺകുട്ടികൾ അവരെ നോക്കി അടക്കം പറഞ്ഞു. ഈ സമയം മഹിയും ഹർഷനും രാജീവിന്റെ അടുത്തേക്ക് വന്നു. ഹലോ സീനിയർ. രാജീവേട്ടാ, എപ്പോഴാ വന്നേ? മഹിയും ഹർഷനും രാജീവിനോട് കുശലം ചോദിച്ചു. ഞാൻ വരുന്ന വഴിയാ. സുരഭിയുടെ ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം കല്യാണത്തിന് ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇൻവിറ്റേഷനൊക്കെ സുരഭിയുടെ വക കിട്ടിയതല്ലേ. എന്നാലും എന്റെ ഭാഗത്തു നിന്ന് ഒന്നുകൂടി പറയാണ്, ഈ മാസം 23-നാണ് കല്യാണം. ഇവിടുത്തെ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ ഞങ്ങൾ പ്രത്യേകം വിളിക്കുന്നു. ഇത് കേട്ട് മഹിക്കും ഹർഷനും മാത്രമല്ല അവരുടെ ചുറ്റും നിന്ന എല്ലാ കുട്ടികൾക്കും വളരെ ആവേശം തോന്നി. ചേച്ചി, ഈ മാരേജ്, അതിന്റെ തിരക്ക്, എക്സാം ഒക്കെ എങ്ങനെയാണോ അവ മാനേജ് ചെയ്യുന്നത്? കൺഗ്രാജുലേഷൻ സുരഭി ചേച്ചി ആൻഡ് രാജീവേട്ടാ. കല്യാണത്തിന് ഞങ്ങൾ ഉറപ്പായും വരും. എങ്ങനെ വരാതിരിക്കും? ഏതായാലും ഈ നാടിനെ ആകെ പിടിച്ചു കുലുക്കുന്ന ഒരു കല്യാണമല്ലേ നടക്കാൻ പോകുന്നേ. വർമ്മ ഫാമിലിയുടെ കല്യാണം ആവുമ്പോ മോശമാവില്ലല്ലോ. കുട്ടികളുടെ കമന്റ്സ് എല്ലാം കേട്ട രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നല്ലാതെ തീർച്ചയായും ഗംഭീരമായ ഒരു ചടങ്ങ് തന്നെ ആവും. പിന്നെ എന്റെ ഭാവി വധു ഇത്രയും സുന്ദരിയും ടാലന്റഡും ഒക്കെ ആവുമ്പോ കല്യാണം ഗംഭീരമാക്കിയില്ലെങ്കിൽ അത് അവൾക്ക് കൂടി കുറച്ചില്ലല്ലേ, അല്ലടോ? രാജീവ് സുരഭിയെ വെറുതെ കളിയാക്കുന്നത് പോലെ തമാശ രൂപേണ പറഞ്ഞു. രാജീവ് വർമ്മയുടെ വാക്കുകൾ കേട്ട സുരഭി തല ഉയർത്തി നിന്നു. അവൾക്ക് തന്നെ അവൻ പൊക്കി പറഞ്ഞത് നന്നായി സുഖിച്ചിട്ടുണ്ട് എന്ന് മുഖം കണ്ടാൽ അറിയാം. ചുണ്ടിൽ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. ഇത് കണ്ട് മഹി പറഞ്ഞു, സുരഭിയേട്ടത്തി,
ഏട്ടത്തി ശരിക്കും ഭാഗ്യവതിയാ. ഈ നാട്ടിൽ ഇത്രയും യോഗ്യതയുള്ള ചെക്കന്മാര് വേറെ ഇല്ല കേട്ടോ. ശരിക്കും നിങ്ങൾ രണ്ടാളും പെർഫെക്റ്റ് മാച്ചാണ്. അവരുടെ ഈ വക സംസാരമൊക്കെ കുറച്ചു മാറിയിരിക്കുന്ന അനന്തനും അരുന്ധതിയും കേൾക്കുന്നുണ്ട്. അവരിതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഭാവത്തിലിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോയേട്ടാ. നമ്മൾ എന്തിനാ ഇവരുടെ കോപ്രായങ്ങൾ കണ്ട് നേരം കളയുന്നത്? അരുന്ധതി അനന്തനോട് പറഞ്ഞു. ശരി, പോവാം. അനന്തനും സമ്മതിച്ചു. പക്ഷേ ആർക്കും ശല്യമുണ്ടാക്കാതെ അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയ അനന്തനെ കണ്ട സുരഭി രാജീവിന്റെ കയ്യിൽ തട്ടി വിളിച്ച് അനന്തന്റെ നേർക്ക് കണ്ണു കാണിച്ചു. അനന്തനെ കണ്ട രാജീവ് വർമ്മ അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ആ, ഇത് നമ്മുടെ അനന്തൻ വർമ്മ സാറല്ലേ? സോറി, ഇപ്പോ വർമ്മയല്ലല്ലോ. വർമ്മ ഫാമിലി പണ്ടേ ഇവൻ അടിച്ച് പുറത്താക്കിയതല്ലേ. രാജീവിന്റെ വാക്കുകൾ കേട്ട കുട്ടികൾ എല്ലാവരും അനന്തനെ തിരിഞ്ഞു നോക്കി. അനന്തൻ പഴയ പാവത്താൻ സ്വഭാവമൊക്കെ വിട്ട് കോളേജിൽ ഹീറോ ആയതും പലരെയും തല്ലിയതും പിന്നെ സുരഭിയുടെ അമ്മയിൽ നിന്നും ഡിസ്പെൻസറി കൈക്കലാക്കിയതും നാഷണൽ ഹോസ്പിറ്റലിനെതിരെ കളിക്കുന്ന കളികളുമൊക്കെ സുരഭി യഥാസമയം പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് കാരണം തന്റെ അഭാവത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ രാജീവ് വർമ്മയ്ക്ക് നല്ല ധാരണയുണ്ട്. അവൻ അനന്തനെ ഒന്ന് നേർക്ക് നേരെ കാണാനും അവനെ ഒരു പാഠം പഠിപ്പിക്കാനും പറ്റിയ അവസരം നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുരഭി കൃത്യമായി അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പക്ഷേ അനന്തൻ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അരുന്ധതി അവന്റെ മുന്നിലേക്ക് വന്ന് തല ഉയർത്തി പറഞ്ഞു, രാജീവേട്ടാ, അല്ല, അങ്ങനെ ഇനി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് രാജീവ് വർമ്മ, താൻ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഷോ കാണിക്കുന്നത്? ആദ്യമേ പറയാം, തന്റെ ഈ വിരട്ടലും നെകളിപ്പും ഒന്നും കണ്ട് ഞങ്ങൾ പേടിക്കുമെന്ന് കരുതണ്ട. അരുന്ധതിയെ കണ്ട രാജീവ് വല്ലാതെ ഞെട്ടിപ്പോയി. താൻ പോകുന്നതിന് മുൻപ് കണ്ട ആളെയല്ല അവളിപ്പോൾ. ആകെ ഒരു മാറ്റം. അവളുടെ അത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെയും താൻ കണ്ടിട്ടില്ല എന്ന് പോലും രാജീവിന് തോന്നി. അതിനേക്കാളെല്ലാം ഉപരി അവനെ അതിശയിപ്പിച്ചത് അവളുടെ ധൈര്യമാണ്. പണ്ട് തന്റെ കൺവെട്ടത് വരാതെ നടന്നവൾ ഇന്ന് തന്റെ നേർക്ക് നേരെ നിന്ന് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അവൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾക്ക് എങ്ങനെയാണ് ഇത്ര മാറ്റമുണ്ടായത് എന്നാലോചിച്ച് അവളെ തുറിച്ചു നോക്കി. അധ്യായം 131. കുറെ കാലത്തിന് ശേഷം അരുന്ധതിയെ കണ്ട രാജീവ് ഞെട്ടിപ്പോയി. അവൾക്ക് വന്നിരിക്കുന്ന മാറ്റവും ആകാര ഭംഗിയും ഒക്കെ കണ്ട് അവൻ അവളെ തുറിച്ചു നോക്കി. ഇവള് വല്ലാണ്ട് മാറിപ്പോയല്ലോ. ഇനി ഇവളെങ്ങാനും തന്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഉറപ്പായും അവിടുത്തെ ഏറ്റവും സുന്ദരിയായി ഇവൾ അറിയപ്പെടുമെന്ന് തീർച്ച. രാജീവ് മനസ്സിൽ ഓർത്തുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, അയ്യോ മോളെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനോ വിരട്ടാനോ ഒന്നും വന്നതല്ല. എന്റെയും സുരഭിയുടെയും കല്യാണത്തിന് നിങ്ങൾ രണ്ടാളും ഉറപ്പായും വരണമെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഇത് കേട്ട അരുന്ധതിക്ക് അവൻ നേരായ സ്വരത്തിലല്ല സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. എന്തൊക്കെയോ ഗൂഢാലോചനകൾ അവർക്ക് പിന്നിലുണ്ട്. ഒന്നാമത്, അവിടെ അന്ന് ഒരുപാട് അതിഥികൾ വരും. അന്ന് തങ്ങളെ കല്യാണത്തിന് വിളിക്കുന്നത് തീർച്ചയായും അവരുടെ മുന്നിലിട്ട് തങ്ങളെ അപമാനിക്കാൻ വേണ്ടി തന്നെയാകും. ഇതെല്ലാം മനസ്സിലാക്കിയ അരുന്ധതി തങ്ങളുടെ വീട്ടിൽ നിന്ന് ആർക്കും തന്റെ കല്യാണത്തിന് വരാൻ താല്പര്യമില്ല എന്ന് രാജീവിന്റെ മുഖത്ത് നോക്കി പറയാനൊരുങ്ങി. പക്ഷേ എന്തോ പറയാൻ വേണ്ടി നാവെടുത്തതും അനന്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തട്ടി. ഏട്ടൻ തന്നോട് അരുത് എന്ന് ആംഗ്യം കാണിച്ചത് കണ്ട് അവൾ സംശയത്തോടെ മൗനം പാലിച്ചു. പിന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വരാതിരുന്ന എങ്ങനെയാ? ഉറപ്പായിട്ടും ഞാൻ വരും. വരുമ്പോ നല്ലൊരു സമ്മാനവും പ്രതീക്ഷിക്കാം, അനന്തൻ പറഞ്ഞു. അതും പറഞ്ഞ് അനന്തൻ രാജീവ് വർമ്മയുടെ കണ്ണിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. രാജീവ് തിരിച്ചും. അവരുടെ നോട്ടവും നിൽപ്പും കണ്ട് എല്ലാവരും ഉറപ്പിച്ചു അവർ തമ്മിൽ ഇപ്പോൾ ഒരു വലിയ അടി നടക്കുമെന്ന്. പക്ഷേ അവിടെ അധ്യാപകർ എല്ലാവരും തങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇരു കൂട്ടരും സംയമനം പാലിച്ചു. പക്ഷേ അനന്തന്റെ കണ്ണിലെ ശൗര്യം കണ്ട രാജീവ് വർമ്മയ്ക്ക് മനസ്സിലായി അവൻ താനുമായി ഒരു പോരിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന്. അത് തിരിച്ചറിഞ്ഞ രാജീവ് ചോദിച്ചു, നിനക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അനന്ത? കുറച്ചു നാള് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും നിന്റെ ആത്മവിശ്വാസമൊക്കെ ആവശ്യത്തിൽ അധികമായെന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ തിരിച്ചു വന്നില്ലേ, ഇനി കുറഞ്ഞോളൂ. രാജീവ് പറയുന്നത് കേട്ട് അനന്തന് ദേഷ്യം അതിക്രമിച്ചു. കുഞ്ഞുനാൾ മുതൽ സഹിക്കുന്നതാണ് രാജീവ് വർമ്മയുടെ അഹങ്കാരം. ഇനിയും അത് തുടരാൻ പാടില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അനന്തന്റെ മനസ്സ് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. അനന്തൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവന്റെ ഉള്ളിലെ അദൃശ്യമായ ശക്തിയെ രാജീവിന്റെ നേർക്ക് വീശി. പക്ഷെ അപ്പോഴും അനന്തൻ അവൻ നിന്ന ഇടത്തു നിന്നും ഒരിഞ്ച് പോലും അനങ്ങിയില്ല. രാജീവ് വർമ്മയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ ഉറപ്പായും അയാളെ ശക്തിയെ താങ്ങാനാവാതെ
വളരെ ദൂരേക്ക് തെറിച്ചു വീഴുമായിരുന്നു. എന്നാൽ ഇവിടെ രാജീവ് വർമ്മയുടെ കാര്യം വ്യത്യസ്തമായിരുന്നു. അനന്തൻ നിന്നിരുന്ന ഇടത്തു നിന്നും ശക്തിപ്രവാഹമുണ്ടായ നിമിഷം തന്നെ ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. ആ ശബ്ദം കേട്ട ഉടനെ ഒരു അപകടം മുന്നിൽ കണ്ട് രാജീവ് അതിവിദഗ്ധമായി മിന്നൽ വേഗത്തിൽ അവിടെ നിന്നും കുതറി മാറി. ശേഷം അവൻ വലിയ ശബ്ദത്തിൽ അലറി. കുട്ടികളൊക്കെയും ഇത് കണ്ട് ഭയന്ന് മാറി. ഇത്രയും വലിയ ഘോരമായ ശബ്ദം രാജീവിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ആ ശബ്ദത്തിന് പിന്നാലെ രാജീവിന്റെ നെഞ്ചിൽ എന്തോ ഒന്ന് തിളങ്ങാൻ തുടങ്ങി. അതിന്റെ പ്രഭ കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി. അതിന്റെ പ്രഭ കണ്ണിൽ പതിച്ച അനന്തനും പെട്ടെന്ന് മുഖം വെട്ടിച്ചു. പിന്നീട് മെല്ലെ മുഖം തിരിച്ചു നോക്കിയ അനന്തൻ മനസ്സിലാക്കി വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു സ്ഫടിക വലയം രാജീവ് കഴുത്തിന് ചുറ്റും ധരിച്ചിട്ടുണ്ട് എന്ന്. അതിലേക്ക് സൂര്യപ്രകാശമേറ്റ് തിരികെ പ്രതിഫലിക്കുന്നതിന്റെയാണ് ഈ അസഹനീയമായ വെളിച്ചം. ആ വസ്തു എന്താണ് എന്നുകൂടി അനന്തൻ മനസ്സിലാക്കി. ഒരു മാന്ത്രിക കവചമാണ്, ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ ഉള്ളിൽ പലതരം ശക്തികളെ ആവാഹിച്ച് നിർത്തിയിട്ടുണ്ട്. അവ അത് ധരിച്ചിരിക്കുന്ന മനുഷ്യനെ ഏതൊരു ആക്രമണത്തിൽ നിന്നും രക്ഷിക്കും. ആ വസ്തു എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല എന്നുകൂടി അനന്തൻ അറിയാം. മഹാഗുരുക്കന്മാർക്ക് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണത്. എവിടെ നിന്നാണ് അത്രയും അമൂല്യമായ ഒരു കവചം രാജീവിന് ലഭിച്ചത് എന്നും അനന്തൻ ആലോചിച്ചു. അനന്തൻ ഇതൊക്കെ ആലോചിച്ചു നിൽക്കുന്ന നേരം ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒക്കെ ഇടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടതിന്റെ അങ്കലാപ്പും അതുപോലെ അതിനെക്കുറിച്ചുള്ള അത്ഭുതവും ഭയവും നിറഞ്ഞ ചർച്ചയുമായിരുന്നു. ഡാ, നീ ആ ശബ്ദം കേട്ടില്ലേ? പിന്നെ ആ വെളിച്ചം, കണ്ണും കാതും അടിച്ചു പോയതുപോലെ തോന്നുന്നു. അതേതോ ഡിവൈൻ ലോക്കറ്റ് ആണെന്ന് തോന്നുന്നു രാജീവേട്ടന്റെ കഴുത്തിൽ കിടക്കുന്നത്. സാധാരണ കണ്ണാടിയിലെ വെളിച്ചം റിഫ്ലക്ട് ചെയ്യുമ്പോ ഇത്രയും ഇന്റൻസിറ്റി ഉണ്ടാവില്ല. ഇതെന്തോ മാജിക് ലോക്കറ്റ് തന്നെയാ. ഇതുപോലെ ഓരോ കുട്ടികളും ഓരോ അഭിപ്രായം പറഞ്ഞ് എല്ലാവരും ഇനി എന്ത് നടക്കുമെന്ന ആവേശത്തിലാണ്. പലരുടെയും മുഖത്ത് ഭയവും കാണാം. രാജീവ് വർമ്മയും തന്റെ ലോക്കറ്റ് അപ്രതീക്ഷിതമായി തിളങ്ങാൻ തുടങ്ങിയത് കണ്ട് ഞെട്ടി അനന്തനെ നോക്കി. എന്തിനാണ് അനന്തന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ ലോക്കറ്റ് തിളങ്ങുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ ഉത്തരം ലഭിച്ചില്ല. അനന്തനും തനിക്കുമിടയിലുള്ള വെറുപ്പ് കാരണമാകും ഈ ലോക്കറ്റ് ഇപ്പോൾ തിളങ്ങുന്നത് എന്നവൻ സ്വയം സമാധാനിച്ചു. എന്നിട്ടും തന്റെ എതിരാളിയുടെ ശക്തി തിരിച്ചറിഞ്ഞത് കാരണമാണ് തന്റെ കഴുത്തിലെ സംരക്ഷണ കവചം ഇപ്പോൾ തനിക്കിങ്ങനെ സൂചന നൽകുന്നത് എന്നവന് മനസ്സിലായില്ല. ഒന്ന് ചിരി കോട്ടി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അനന്തനോട് രാജീവ് ചോദിച്ചു, കുറെ കാലം ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്? ഒരു കൈ നോക്കിയാലോ അനന്ത? പണ്ട് ഞാൻ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നിനക്കിപ്പോഴും ഓർമ്മയുണ്ടാവുമല്ലേ? ഇനി അഥവാ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പൊ ഓർമ്മിപ്പിക്കാം. അതിരിക്കട്ടെ, ഈയിടെ നീ വലിയ റൗഡിയായി എന്നൊക്കെ ഞാൻ കേട്ടു. അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോടാ? രാജീവ് വർമ്മയുടെ പരിഹാസ ചുവ കലർന്ന ചോദ്യങ്ങൾ കേട്ട് അനന്തൻ തന്റെ കയ്യിലെ വിരലുകൾ മടക്കി നിവർത്തി ഞൊട്ടയൊടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈയിടെ റൗഡി ആയിട്ടുണ്ടോ? നീ കുഞ്ഞിലെ പഠിപ്പിച്ച പാഠങ്ങൾ ഞാൻ മറന്നു കാണുമോ എന്നിങ്ങനെ നിന്റെ ഉറക്കം കെടുത്തുന്ന എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഇന്ന് പരിഹാരം കാണാൻ രാജീവ്. നമുക്കൊന്ന് ഏറ്റുമുട്ടി നോക്കാം. നീ പഠിപ്പിച്ചത് മാത്രമല്ല, വേറെയും ചില പുതിയ ട്രിക്ക് കൂടി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് നീ അപ്പോൾ മനസ്സിലാക്കും. അനന്തൻ അത്രയും പറഞ്ഞപ്പോഴേക്കും രാജീവ് ഒരു അംഗത്തിനൊരുങ്ങി. ഇത് മനസ്സിലാക്കിയ മറ്റു കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ വശങ്ങളിലേക്ക് നീങ്ങി ഇടയിൽ നല്ല സ്ഥലം അവർക്കായി വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ അടി തുടങ്ങുമ്പോൾ തങ്ങൾ അതിനിടയിൽ പെട്ടുപോകും എന്നവർക്ക് നന്നായി അറിയാം. രാജീവ് കാലുയർത്തി ആ ഗ്രൗണ്ടിലേക്ക് ഒരു തവണ ആഞ്ഞു ചവിട്ടി മുന്നോട്ട് നടന്നു. അവന്റെ കാൽ പതിഞ്ഞ ഭാഗത്തെ മണ്ണ് പാളി ഇളകി മാറിയത് കണ്ട് കുട്ടികൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ രാജീവ് അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്ന് അനന്തൻ അഭിമുഖമായി വന്നു നിന്നു. ഇപ്പോൾ അടിപൊട്ടുമെന്ന് കരുതി എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നു നിന്നതും അതിൽ നിന്ന് ഒരു വൃദ്ധ ശബ്ദം എല്ലാവരും കേട്ടതും. രാജീവ്, അരുത്! കാറിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദം അത് വളരെയധികം പവർഫുൾ ആയിരുന്നു. എല്ലാവരും അത് കേട്ട് ഒന്ന് വിറച്ചു. രാജീവ് തിരിഞ്ഞു നോക്കി. ഇതൊന്നുമല്ല ഇപ്പോൾ നമുക്ക് പ്രധാനം. ഓരോ ജോലിക്കും അതിൻ്റെതായ സമയമുണ്ട്, അത് ഓർമ്മ വേണം. കാറിനുള്ളിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേട്ടു. അതിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ രാജീവ് വർമ്മയുടെ മുഖഭാവങ്ങൾ വളരെ വേഗം മാറി. അവൻ അനന്തന്റെ മുന്നിൽ കാണിച്ച അഹങ്കാരവും ദേഷ്യവും എല്ലാം മുഖത്തു നിന്ന് മായ്ച്ച് പകരം വിനയം വരുത്തി കാറിനരികിലേക്ക് ചെന്നു. ഗുരുനാഥ, ഒരുപാട് നന്ദി എന്നെ ഇതിപ്പോൾ ഓർമ്മിപ്പിച്ചതിന്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അവിവേകം പ്രവർത്തിച്ചനെ, രാജീവ് ഭവ്യതയോടെ പറഞ്ഞു. ശേഷം തിരിഞ്ഞ് അനന്തനെ രൂക്ഷമായി നോക്കിക്കൊണ്ട്
പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. ഈ ഒരു തവണത്തേക്ക് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു തവണ കൂടി ആ ഭാഗ്യം ഉണ്ടായെന്ന് വരില്ല. നീ എന്റെ കല്യാണത്തിന് വരുമെന്നല്ലേ പറഞ്ഞത്? നന്നായി തയ്യാറായി തന്നെ വേണം വരാൻ. അന്ന് നിന്നെ ഭാഗ്യം ഇതുപോലെ തുണച്ചെന്ന് വരില്ല. രാജീവ് പറഞ്ഞു. ആ നിമിഷം അരുന്ധതി അനന്തന്റെ കയ്യിൽ പിടിച്ചു. അവനെ ശാന്തനാക്കാൻ അവൾക്ക് മാത്രമേ അന്നേരം കഴിയുമായിരുന്നുള്ളൂ. അരുത് എന്ന അനിയത്തി കണ്ണുകൾ കൊണ്ട് വിലക്കുമ്പോൾ അവൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ടു. എക്സാം കഴിഞ്ഞതല്ലേ, കുട്ടികളെല്ലാവരും വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി ആരും ഇവിടെ നിൽക്കണ്ട. ലാസ്റ്റ് എക്സാം ആയിരുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് വേഗം വീട്ടിൽ പോയി വിശ്രമിക്കേ. ഒരു ടീച്ചർ എല്ലാ കുട്ടികളോടും കൂടി നിർദ്ദേശിച്ചു. ഇനിയും കുട്ടികൾ ഇവിടെ തുടരുന്നത് രംഗം വഷളാവാൻ ഇടവരുത്തുമെന്ന് അവർക്ക് മനസ്സിലായി. ആ അതെ അതെ, പിന്നെ പോകുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം റോഡിലൂടെ പോവാൻ. എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ബോധമില്ലാതെ നടന്ന് വല്ല വണ്ടിയും തട്ടി പാലത്തിൽ നിന്ന് വീണാലേ പിന്നെ കൊല്ലങ്ങളോളം കോമയിൽ കിടക്കേണ്ടി വരും. പിന്നെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ജീവിതത്തിലേക്ക് എങ്ങാനും തിരിച്ചു വന്നാലോ വീണ്ടും ജൂനിയർ കുട്ടികളുടെ ഒപ്പം എക്സാമും എഴുതി ഇങ്ങനെ കളിച്ചു നടക്കാം. രാജീവ് വർമ്മ അനന്തനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞ ശേഷം കാറിലേക്ക് കയറി. ആ സമയം അനന്തന്റെ മനസ്സിൽ രാജീവിനോടുള്ള വെറുപ്പ് 100 മടങ്ങ് വർദ്ധിച്ചു. അനന്തന്റെ മനസ്സിൽ ഇന്നും ആ ദിവസത്തെ ഓർമ്മകൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അതായത് അന്ന് അവൻ ഇതുപോലെ എക്സാം കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന ദിവസം. അന്ന് സംഭവിച്ച ദുരന്തം ചിലർക്ക് ഒരു അപകടമായിരുന്നുവെങ്കിൽ മറ്റു ചിലരുടെ ഊഹങ്ങളിൽ തന്റെ ആത്മഹത്യാ ശ്രമമാണ്. എന്നാൽ അതിനു പിന്നിലെ രാജീവിന്റെ കൈകളെ തനിക്ക് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവന്റെ ഗൂഢാലോചനയായിരുന്നു ഇതെല്ലാം. അതറിയാവുന്നതിനാലാണ് അവന്റെ ഉള്ളിൽ ഇത്രയും അമർഷം നുരഞ്ഞു പൊങ്ങുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ രാജീവ് വർമ്മ തിരികെ പോയത് കണ്ട പ്രിൻസിപ്പൽ ആശ്വസിച്ചു. മറ്റു കുട്ടികളോടും വേഗം വീട്ടിലേക്ക് പോകാൻ അയാൾ പറഞ്ഞെങ്കിലും അനന്തനോട് മാത്രം അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. സുരഭിയും അവിടെ പോകാതെ ബാക്കിയായി. സുരഭി അനന്തനോട് സംസാരിച്ചു. അനന്ത, എനിക്കറിയാം നിനക്ക് ഭാർഗവ ഫാമിലിയിൽ നിന്നും ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നീ ഒരു ലക്ഷറി ലൈഫ് ആയിരിക്കും നയിക്കുന്നത്. എന്നാലും നീ നിന്റെ യഥാർത്ഥ സ്റ്റാറ്റസ് മറക്കരുത്. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? കല്യാണ ദിവസം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളോട്, പ്രത്യേകിച്ച് എന്നോട് മാപ്പ് പറയേണ്ടി വരും. ഞാൻ നിന്നെ ചതിച്ചു എന്ന് ചിലർക്കെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടാകും. അത് കുട്ടിക്കാലത്തെ ഒരു തമാശ മാത്രമായിരുന്നുവെന്നും അല്ലാതെ സീരിയസ് ആയി ഒന്നുമില്ലായിരുന്നുവെന്നും നീ തന്നെ എല്ലാവരെയും ബോധിപ്പിക്കണം. അത് നിന്റെ ഉത്തരവാദിത്വമാണ്. സുരഭി അത്രയും പറഞ്ഞ ശേഷം അരുന്ധതിയെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. രാജീവിനെ വെറുതെ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കണ്ട. കല്ലിനെ മുട്ട വെച്ച് പൊട്ടിക്കാൻ നോക്കിയ കല്ലിനൊന്നും പറ്റില്ല. നഷ്ടം ആർക്കായിരിക്കും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇനി അങ്ങോട്ട് നിനക്ക് മാത്രമായിരിക്കില്ല, നിന്റെ അച്ഛനും അനിയത്തിക്കും കൂടി അനുഭവിക്കേണ്ടി വരും നീ ചെയ്യുന്നതിന്റെ ഫലം. അത് മനസ്സിൽ വെച്ചോ. സുരഭിയുടെ വാചകം കേട്ട അനന്തന് തന്റെ സംയമനം തെറ്റുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോഴും അരുന്ധതി അവനെ വിലക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അധ്യായം 132. സുരഭി അനന്തനെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും മടുത്തപ്പോൾ കാറിലേക്ക് കയറി. അരുന്ധതി ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് അനന്തൻ പരമാവധി സംയമനം പാലിച്ചു. വായേട്ടാ, വീട്ടിലേക്ക് പോവാൻ നമുക്ക്. ഇവരുടെ സംസാരം ഒന്നും നമ്മൾ തലയിൽ ചുമക്കേണ്ട കാര്യമില്ലെന്നേ. വീട്ടില് നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ കാത്ത് അച്ഛനും മുത്തശ്ശിയും കാത്തിരിക്കുന്നുണ്ടാവും. വേഗം വാ. അരുന്ധതി വിളിച്ചു. അനന്തൻ ഇന്ന് ഏറ്റവും അധികം അതിശയിച്ചു പോയത് രാജീവിന് ഇത്രയും പവർഫുള്ളായ ഒരു ഗുരു ഉണ്ടായിരുന്നു എന്നതിലാണ്. അതും ഇന്ന് അവന്റെ കഴുത്തിൽ കണ്ടതുപോലെയുള്ള ഒരു സ്ഫടിക കവചം തീർത്തു കൊടുക്കാൻ മാത്രം പ്രാപ്തനായ ഒരു ഗുരു. അത് അനന്തനൊരു പുതിയ അറിവ് തന്നെയാണ്. അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു. ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമില്ലല്ലോ. ഒരുപാട് മഹാവീരന്മാർ ഈ പ്രപഞ്ചത്തിന്റെ പല കോണിലും ഉണ്ടാകും. എല്ലാവരെയും താൻ അറിയണം എന്നുകൂടി നിർബന്ധമില്ല. പക്ഷേ അവർക്ക് ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം മാത്രം മതി എനിക്ക് കൈമുതലായിട്ട്. 2 വർഷം മുൻപ് എവിടെയാണോ തന്റെ ജീവിതം നിന്നുപോയത് അവിടെ തന്നെയാണ് താൻ ഇന്നും നിൽക്കുന്നത്. തന്റെ പരീക്ഷ ദിവസം അന്ന് ആ ദുരന്തത്തിന് കാരണക്കാരനായവനെ ഇന്ന് ഇതേ ദിവസം തന്നെയാണ് വീണ്ടും കാണുന്നത്. അതിനർത്ഥം 2 വർഷം മുൻപ് സംഭവിച്ചതിനെല്ലാം പകരം ചോദിക്കേണ്ട സമയമായി എന്നല്ലേ? പ്രപഞ്ചം അതിനുള്ള സൂചനകളല്ലേ മുന്നോട്ട് വെക്കുന്നത്? അവൻ അതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി.
അനന്തന്റെ ശരീരത്തിൽ ഗോവിന്ദ പണിക്കരുടെ വീട്ടിൽ വെച്ച് കയറിക്കൂടിയ ദുഷ്ടശക്തി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് അനന്തൻ രാജീവ് വർമ്മയോട് ഏറ്റുമുട്ടാതെ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറിയത്. അവൻ വീട്ടിലെത്തിയ ശേഷം സ്വന്തം ചികിത്സകൾ ആരംഭിച്ചു. ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായും പഴയതുപോലെ ഊർജ്ജസ്വലനായി മാറാൻ. എന്റെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെയും ഞാൻ ഇതിനു ശേഷം ഒരാവൃത്തി കൂടി ഉണർത്തേണ്ടതുണ്ട്. അവൻ വീണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പഞ്ചഭൂതങ്ങളുടെ സഹായത്തോടെ തികഞ്ഞ ഏകാഗ്രതയിൽ മുഴുകി അവൻ ധ്യാനം തുടങ്ങി. അല്പനേരത്തിന് ശേഷം അവൻ കണ്ണു തുറന്നു. അവന്റെ ഉൾക്കണ്ണിൽ അവൻ കണ്ടു അവന്റെ നട്ടെല്ലിന് മധ്യഭാഗത്തായിട്ട് ഒരു കറുത്ത പൊട്ട് പോലെയൊന്ന്. എന്താ ഇത്? എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു വസ്തു എങ്ങനെ കടന്നുകൂടി? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അനന്തൻ ആകെ ഒരു വല്ലായ്മ തോന്നി. ഇതിപ്പോൾ അവന്റെ ഏതെങ്കിലും രോഗികളുടെ ശരീരത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവൻ ഇത്രയും അസ്വസ്ഥത തോന്നില്ലായിരുന്നു. കാരണം സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അനന്തന്റെ ശരീരം അങ്ങനെയൊന്നല്ലല്ലോ. പഞ്ചഭൂതങ്ങളുടെ ശക്തികൾ എപ്പോഴും വലയം ചെയ്യുന്ന സകല ദോഷങ്ങളും തീർത്ത അവന്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു വസ്തു കടന്നു കൂടുക? അത് അസംഭവ്യമാണ് എന്നറിയാവുന്നതിനാലാണ് അനന്തൻ ഇത്രയേറെ അതിശയം തോന്നിയത്. അവൻ ഒന്നുകൂടി കണ്ണുകളടച്ച് ഏകാഗ്രമായി ധ്യാനത്തിൽ മുഴുകാൻ പരിശ്രമിച്ചു. പക്ഷേ പെട്ടെന്നാണ് ആകാശത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഇടിമിന്നൽ പാഞ്ഞു പോയത്. പക്ഷേ അനന്തൻ പൂർണ്ണ ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്നത് കാരണം അപ്പോൾ അവൻ അതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. കുറെ നേരം കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്നും ഉണർന്ന ശേഷമാണ് അവൻ കണ്ണു തുറന്നത്. ധ്യാനത്തിൽ ഏകാഗ്രത വരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അവന്റെ കണ്ണുകളിൽ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നത് അവൻ ഓർത്തു. തന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആ കറുത്ത പൊട്ട് തന്നെ വലയം ചെയ്തിരിക്കുന്ന ഒരു കരിനിഴലാണ് എന്ന് അനന്തൻ മനസ്സിലാക്കി. ആരുടെയോ ഒരു ശാപം പോലെ. പക്ഷേ ആ ശാപത്തിന് അവനെ കൊല്ലാനുള്ള ശക്തിയില്ല എന്ന് അവൻ മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, ഒരു തരത്തിലും അവന് ഹാനി വരുത്താനും അതിന് കഴിയില്ല. പക്ഷേ ആ കറുത്ത പൊട്ട് അർത്ഥം വെക്കുന്നത് ആരോ എവിടെയോ ഇരുന്ന് അനന്തനെതിരെ ആഭിചാര കർമ്മങ്ങൾ പലതും ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് അവൻ ഇത്രയും ക്ഷീണം വരുന്നത്. പക്ഷേ അനന്തന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ ഗോവിന്ദ പണിക്കരെ പോലെ വീണു പോയേനെ. അനന്തൻ തല പുകഞ്ഞ് ആലോചിച്ചു. ആർക്കാ തന്നോട് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവുക? ഈ ഭൂമിയിൽ ആരാണ് തനിക്കെതിരെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യത? ആരായാലും അയാൾക്ക് തന്റെ ശക്തികളെ പറ്റി നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാവുമല്ലോ തന്നോട് നേരിട്ട് ഏറ്റുമുട്ടാതെ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് അനന്തൻ വീണ്ടും അവന്റെ ശരീരത്തെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇല്ല, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും തന്റെ ശരീരത്തിന് ഇതുവരെയില്ല. ഇപ്പോഴും താൻ പൂർണ്ണ ആരോഗ്യവാനാണ്. അനന്തൻ അത് ഉറപ്പുവരുത്തിയ ശേഷമാണ് സ്വസ്ഥമായി ഒന്ന് ഇരുന്നത്. പക്ഷെ അപ്പോഴും അനന്തൻ ആരാണ് ആ മറഞ്ഞിരിക്കുന്ന ശത്രു എന്നറിയാതെ ഒരു സമാധാനം ലഭിച്ചില്ല. പക്ഷേ അതിപ്പോ കണ്ടെത്താൻ ഒരു വഴിയുമില്ല എന്ന കാര്യം അനന്തൻ സങ്കടത്തോടെ ഉൾക്കൊണ്ടു. പക്ഷെ ആ വ്യക്തിയെ ഒരു തവണ തന്റെ നേത്രങ്ങൾക്ക് മുന്നിൽ കിട്ടിയാൽ മുഖലക്ഷണം വെച്ച് അനന്തന് ആളെ തിരിച്ചറിയാൻ സാധിക്കും. അക്കാര്യം അനന്തന് ഉറപ്പാണ്. അപ്പോഴാണ് അനന്തന്റെ മുറിയിലേക്ക് അരുന്ധതി കടന്നു വന്നത്. അവൻ തന്റെ ഇത്തരം ചിന്തകളിൽ നിന്നെല്ലാം പുറത്തു കടന്ന് അവളോട് സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിച്ചു. ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വന്നേ. ഇന്ന് കോളേജിലെ അവസാന ദിവസമല്ലേ? അപ്പോ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്ലബിലാണ്. ഞാൻ പോയിക്കോട്ടെ? അവൾ മടിച്ചാണ് അത് ചോദിച്ചത്. അനന്തൻ ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ സുരക്ഷിതത്വത്തെ പറ്റി അവന് വലിയ ആവലാതി ഉണ്ടെങ്കിലും അവൻ അവളുടെ സന്തോഷത്തിന് എതിര് നിന്നില്ല. കാരണം അവൾക്ക് സംരക്ഷണമായി അവൻ ആ സർപ്പ പല്ലുകൊണ്ടുള്ള കവചം ചാർത്തിയിട്ടുണ്ടല്ലോ. പിന്നെ സ്കൂൾ കഴിഞ്ഞതോടെ അവൾ ഒരു മുതിർന്ന കുട്ടിയായിരിക്കുന്നുവെന്നും അനന്തൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ട കാര്യങ്ങൾ അവൾക്കൊരു ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ ചെയ്തു കൊടുക്കാമെന്നല്ലാതെ ഇനി അവളുടെ തീരുമാനങ്ങളിൽ കൈകടത്തുന്നതോ അനാവശ്യമായി അഭിപ്രായം പറയുന്നതോ താൻ കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് അനന്തന് തോന്നി. കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛനെയും ഏട്ടനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ അവളും ഇനി പരിശീലിക്കേണ്ടിയിരിക്കുന്നു. പോയിക്കോ, നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇല്ലേ? പിന്നെ നീ മാത്രം എന്തിനാ പോവാതിരിക്കുന്നത്? പോയി അടിച്ചു പൊളിക്ക്. ഞാൻ നിന്നെ കൊണ്ടുവിടാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യും. അനന്തൻ അരുന്ധതിയോട് അതും പറഞ്ഞ് അവൾക്ക് ഒരു ഹൈഫൈ കൊടുത്തു.
പിന്നെ മോളെ, നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു കടമ എന്ന നിലയ്ക്ക് ഓർമ്മിപ്പിക്കുക. പാർട്ടിയാണ്, ഡ്രിങ്ക്സും മറ്റുമൊക്കെ കാണും. നീ ആയിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് കുടിക്കില്ല എന്നറിയാം. ബട്ട് ഫ്രണ്ട്സ് നിർബന്ധിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിലൊന്നും ചെന്ന് പെടാതെ നിന്നെ നീ തന്നെ സൂക്ഷിക്കണം, കേട്ടല്ലോ? അരുന്ധതിയെ അതുകൂടി ഓർമ്മിപ്പിക്കാനും അനന്തൻ മറന്നില്ല. ഓ ശരി, ഞാൻ നോർമൽ ജ്യൂസ് അല്ലാതെ ഒന്നിലും കൈവയ്ക്കില്ല, ടേസ്റ്റ് നോക്കാൻ പോലും. ഇത് സത്യം 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 പോരെ? അവൾ തമാശയോടെ പറഞ്ഞു. അനു, ഈ പാർട്ടി ആരാ അറേഞ്ച് ചെയ്തത്? ആ ക്ലബ് എങ്ങനെയാ, നല്ലതാണോ? അനന്തൻ ചോദിച്ചു. എങ്ങനെയുള്ള ക്ലബാണെങ്കിലും അനന്തന് അതിൽ ചിന്തിതനാകേണ്ട ആവശ്യമില്ല. കാരണം അവനിപ്പോൾ ആ നാട്ടിലെ അധോലോക ബിസിനസ്സുകളിൽ വരെ അധികാരമുള്ളവനാണ്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പോലും അനന്തനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അല്പം അപകടം പിടിച്ച ബാറുകളായാൽ പോലും അനന്തന് അവിടെ VIP ട്രീറ്റ്മെന്റ് ആവും കിട്ടുക. എന്നാൽ തന്റെ അനിയത്തിയുടെ മുന്നിൽ തന്റെ ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ അവന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണ് അനന്തൻ അതിനെപ്പറ്റി അരുന്ധതിയോട് എടുത്തു ചോദിച്ചത്. അയ്യേ, ഇത് ഏട്ടൻ വിചാരിക്കുന്ന പോലത്തെ ബാറൊന്നും അല്ലെന്നേ. എന്റെ ക്ലാസ്സിൽ ഒരാളുടെ സ്വന്തം ക്ലബ്ബാ. അവന്റെ ഫാമിലി ബിസിനസ് ആണത്. അവൻ തന്നെയാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏട്ടൻ ആവശ്യമില്ലാതെ ഒന്നും ഓർത്ത് ടെൻഷൻ ആവല്ലേ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അനന്തന്റെ പെർമിഷൻ കിട്ടിയതും അരുന്ധതി നേരെ ഒരുങ്ങാനായി പോയി. കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് നന്നായി മുടിയൊക്കെ കെട്ടി അവൾ പോകാൻ തയ്യാറായി. സാധാരണ കോളേജിൽ പോകാൻ അവൾ ഇങ്ങനെ ഒരുങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവൾ പതിവിലും സുന്ദരിയായി കാണപ്പെട്ടു. അരുന്ധതിയെ ഡ്രൈവർക്കൊപ്പം യാത്രയാക്കിയ ശേഷം അവൻ മാനേജർ നാഗേന്ദ്രനെ വിളിച്ചു. ആരാണ് സീറോ ബേസ് ക്ലബിന്റെ ഓണർ എന്ന് ചോദിച്ചു. സീറോ ബേസ് ബാർ, എനിക്കറിയാം ഈ സ്ഥലം. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാറാണത്. ബട്ട് അവിടെ സാധാരണ റിച്ച് ഫാമിലീസിലെ കുട്ടികൾ മാത്രമാണ് വരുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു അടിപിടിയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ്. അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ബാർ തന്നെയാണത്. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സാറിന്റെ അനിയത്തി അവിടെ സേഫ് ആയിരിക്കും. അനന്തൻ വെറുതെ ആ ബാറിന്റെ പേര് വെച്ച് ഒന്ന് അന്വേഷിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാതെ നാഗേന്ദ്രനെ അവൾക്ക് കാവലായി അയക്കണമെന്ന് മനസ്സിൽ പോലും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം വെറുതെ അയാളെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നാണ് കരുതിയത്. പക്ഷേ അരുന്ധതിയുടെ സേഫ്റ്റിയുടെ കാര്യമായതുകൊണ്ട് അനന്തൻ നാഗേന്ദ്രനെ തടയാൻ നിന്നില്ല. അരുന്ധതി അവിടെ എത്തിക്കഴിഞ്ഞ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവന്റെ ഫോണിലേക്ക് അവളുടെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവളുടെ സെൽഫി ആവും, അല്ലെങ്കിൽ മുന്നിൽ കാണുന്നത് എന്തോ അതിന്റെ ഫോട്ടോ എടുക്കുന്നതാവും, അതുമല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചാറ്റ് ചെയ്യാനാവും. എന്തായാലും ഇടവിട്ട് അവളുടെ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. എന്താ ഈ പെണ്ണിന്റെ പ്രശ്നം? പാർട്ടിക്ക് ചെന്നിട്ട് ഫുൾ ടൈം എനിക്ക് മെസ്സേജ് അയക്കലാണല്ലോ. അവൾ അവിടെ എൻജോയ് ചെയ്യുന്നില്ലേ? ഇനി അവൾക്ക് പാർട്ടി മടുത്തിട്ടാണോ? അതോ അവളെ ഓർത്ത് ഞാൻ ടെൻഷൻ ആവാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ആർക്കറിയാം, അനന്തൻ സ്വയം പറഞ്ഞു. അവന്റെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അവളോട് പാർട്ടി എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഫോൺ മാറ്റിവെച്ചു. ഈ സമയം കളരി പ്രാക്ടീസ് ചെയ്യാൻ പോയി. ഒരു 9 മണി വരെ അത് തുടർന്നു. ശേഷം മേല് കഴുകി വേഷം മാറ്റി വന്നപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള സമയമായി. അവൻ വേഗം റെഡിയായി അവളെ വിളിച്ചുകൊണ്ട് വരാനായി ഇറങ്ങി. അനന്തൻ അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നാഗേന്ദ്രൻ അരുന്ധതിക്ക് വേണ്ടി ഒരുക്കിയതാണോ എന്ന് അനന്തൻ ചിന്തിച്ചു. അകത്തേക്ക് കയറിയതും അവൻ കണ്ടു തന്നെ അകത്തേക്ക് സ്വീകരിക്കാനായി വരുന്ന നാഗേന്ദ്രനെ. വരണോ അനന്ത? കേറി വരണം, പാർട്ടി നടക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു, അയാൾ പറഞ്ഞു. ഏയ്, ഞാൻ മനഃപൂർവ്വം ലേറ്റായി വന്നത് തന്നെയാ. അനുവിനെ വിളിക്കാൻ വേണ്ടി വന്നെങ്കിലും എനിക്ക് ഈ പരിപാടി അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതിരിക്കട്ടെ, അനു എവിടെ പോയി? കണ്ടില്ലല്ലോ. അനന്തൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. കൊച്ചു സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആരും അവളെ ശല്യം ചെയ്തിട്ടോ ഒന്ന് നോക്കിയിട്ടോ പോലും ഇല്ല. ഇപ്പോ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കൂട്ടുകാരെയും കൂട്ടി ചെന്നിരിക്കുന്നത് കണ്ടു. ദേ, ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ദേ, ആ ടേബിളില്. അയാൾ അരുന്ധതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ശേഷം അയാൾ പറഞ്ഞു. അനന്ത, ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. ഒരു ഗൗരവമുള്ള കാര്യം പറയാനുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് അരുന്ധതിയെ ബാധിക്കുന്ന കാര്യം വല്ലതുമാണോ എന്ന് അനന്തൻ ഒരു നിമിഷം ഞെട്ടി. എന്തായിരിക്കും?
നാഗേന്ദ്രന് അനന്തനോട് പറയാനുള്ള ആ ഗൗരവമേറിയ കാര്യം. അധ്യായം 133. അനന്തൻ അരുന്ധതിയെ കൂട്ടാൻ വേണ്ടി ബാറിലെത്തി. നാഗേന്ദ്രൻ അനന്തനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അനന്തന്റെ അരികിലേക്ക് അല്പം നീങ്ങിയിരുന്ന് കുറച്ചു ദൂരെയുള്ള മറ്റൊരു ടേബിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം അവരെ ശ്രദ്ധിക്കാൻ നാഗേന്ദ്രൻ പറഞ്ഞു. അപ്പുറത്തെ ടേബിളിൽ 2 പയ്യന്മാർ ഇരിക്കുന്നുണ്ട്. കണ്ടാലറിയാം നല്ല കാശുള്ള വീട്ടിലെയാണ് എന്ന്. അവർക്കൊപ്പം കുറച്ച് പെൺകുട്ടികൾ കൂടിയുണ്ട്. അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എടാ, രാജീവ് വർമ്മ ഈ കല്യാണത്തോടെ ഈ ശിവപുരത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളായിട്ട് മാറുമെന്ന് ഉറപ്പാ. അതിന് നീ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത് എന്തിനാ? ഒരു പെൺകുട്ടി അവളുടെ അടുത്തിരുന്ന യുവാവിനോട് ചോദിച്ചു. ഈ ശിവപുരം എന്ന് പറയുന്നത് ദേ ഈ ഇട്ടാവട്ടത്തിലുള്ളത് സ്ഥലമാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ 1ാം സ്ഥാനം രാജീവ് വർമ്മയ്ക്കാണെങ്കിൽ ഒടുവിലത്തെ സ്ഥാനം ആവും എനിക്ക്. അവൻ ഒത്തിരി ഡേഞ്ചറാണ്. നമ്മളെക്കാളും ഒക്കെ കഴിവും അവനുണ്ട്. നമുക്ക് 5 സ്ഥാനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. ആചാര്യൻ ഉപേന്ദ്ര ശർമ്മന് മാത്രമേ വീരസംഖ്യത്തിലേക്ക് പോകാൻ കഴിയൂ. നമ്മൾ 5 പേർക്ക് ആ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും രാജീവ് വർമ്മ എന്തെങ്കിലും കളി കളിക്കും. നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് ബിയർ കുടിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അനന്തൻ എല്ലാം ഒന്നും വ്യക്തമായില്ല എങ്കിലും അവരുടെ ചർച്ച ഉപേന്ദ്ര ശർമ്മനെ കുറിച്ചും അതുപോലെ രാജീവ് വർമ്മയെ കുറിച്ചുമൊക്കെയാണ് എന്ന് അവന് വ്യക്തമായി. അനന്തന്റെ മുഖഭാവം കണ്ട് നാഗേന്ദ്രൻ ചോദിച്ചു. ഈ കാര്യത്തെപ്പറ്റി ഞാൻ അന്വേഷിക്കണോ? കുറച്ചു മുൻപ് ഇവർ അനന്തന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതാ ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചത്. ഇത് കേട്ട അനന്തൻ ശാന്തമായി ഇങ്ങനെ പറഞ്ഞു. എന്റെ കസിൻ ബ്രദർ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആകെ മാറിയെന്ന് തോന്നുന്നു. വലിയ വലിയ ആളുകളുമായിട്ടാണല്ലോ പിടിപാട്. ഞാനൊന്ന് കോമയിൽ നിന്ന് ഉണർന്നു വന്നപ്പോഴേക്കും ഇവിടെ ഇത് എന്തൊക്കെ മാറ്റങ്ങളാ വന്നത്. രാജീവനെ മുന്നിൽ കാണുന്ന നിമിഷം തന്നെ പ്രതികാരം ചെയ്യണം എന്നായിരുന്നു അനന്തൻ ഇതുവരെ കരുതിയത്. പക്ഷേ അനന്തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രാജീവ് പ്രതീക്ഷിച്ചതിലും അധികം ശക്തനായിട്ടാണ് തിരികെ വന്നത്. ആ സമയം പൈശാചിക ശക്തിയുടെ വലയത്തിലായിരുന്ന അനന്തൻ 15 ദിവസത്തേക്ക് അവശതയിലുമായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അനന്തൻ രാജീവിനെ നന്നായി പഠിച്ച് മനസ്സുകൊണ്ട് ഒരു അംഗത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനാൽ തന്നെ അവൻ ധൈര്യത്തോടെ നാഗേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു. ഈ വിഷയത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ശത്രുക്കളുടെ പദ്ധതികളുടെ പിന്നാലെ പോയാൽ അവർ അലേർട്ടാവും. അത് പാടില്ല. എനിക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ അവരുടെ കുതന്ത്രങ്ങൾ ചോർത്തേണ്ട ആവശ്യമില്ല. ഒരു പുഞ്ചിരിയോടെയാണ് അനന്തൻ ഇത് പറഞ്ഞത്. ഈ ചർച്ചകൾക്ക് ശേഷം അനന്തൻ അരുന്ധതിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. പിന്നീട് ആ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും അനന്തൻ തന്റെ ശ്രദ്ധ ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി. കുറച്ചു ദിവസം കഴിഞ്ഞതും അനന്തന്റെ കാതിലേക്ക് ആ വാർത്ത വന്നു. മേദിനി ധാരയുടെ ബിസിനസ് പല്ലവി ആയിരുന്നല്ലോ ഹാൻഡിൽ ചെയ്തു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് വർമ്മ പല്ലവിയെ വന്ന് കണ്ടിരുന്നു. മേദിനി ധാരയുടെ ബിസിനസ് ഇനി മുതൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ആ ബിസിനസ്സിൽ നിന്നും എന്തോരം പ്രോഫിറ്റ് ലഭിക്കുമെന്ന് രാജീവിന് നല്ല ധാരണയുണ്ടായിരുന്നു. പല്ലവി അനന്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജീവ് വർമ്മ തന്ന ഓഫർ വളരെ നല്ലതാണെന്നും 2 കൂട്ടർക്കും അതുകൊണ്ട് നേട്ടമാണെന്നും. രാജീവ് വർമ്മയുടെ കണക്ഷൻസ് ഉപയോഗിച്ച് മേദിനി ധാര ഇനിയും ഒരുപാട് പോപ്പുലർ ആവുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് വിറ്റ് പോവുകയും ചെയ്യുമെന്ന് അവൾ ചിന്തിച്ചു. അതിനുശേഷം യദു ഭാർഗവൻ മാനേജർ നാഗേന്ദ്രനെയും കൂട്ടി അനന്തനെ കാണാനായി വന്നിരുന്നു. പുതിയ ബിസിനസ് അധികാരിയെ കൂടി രാജീവ് വർമ്മയുടെയും സുരഭിയുടെയും വിവാഹത്തിന് ക്ഷണിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പുതിയ അധികാരി ആരാണ് എന്നോ എവിടെയാണ് ഉള്ളതെന്നോ ആർക്കും അറിയാത്തതിനാലും ഭാർഗവ ഗ്രൂപ്പുമായാണ് അധികാരിക്ക് ഡീലിംഗ്സ് എന്നതിനാലും രാജീവ് തന്റെ ആഗ്രഹം ഭാർഗവൻ സാറിനോടാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൈരന്ദ്രിയും അറിയിച്ചിട്ടുണ്ട് അനന്തനെ. ഒരുപാട് മഹാഗുരുക്കന്മാർ എത്തുന്ന അവരുടെ വിവാഹ ചടങ്ങിൽ അന്ന് ആലത്തൂർ നാടുവാഴിയുടെ തിരുദിനത്തിന് എല്ലാ ആചാര്യന്മാരെയും പരാജയപ്പെടുത്തി പല അത്ഭുതങ്ങളും കാഴ്ചവെച്ച് കാണികളുടെ ഇടയിൽ നാഗദേവൻ എന്ന് വിളിപ്പേര് നേടിയ ആ മഹാവീരനെയും ക്ഷണിക്കണമെന്ന് സൈരന്ദ്രിയോടും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. ഇതെല്ലാം കേട്ട അനന്തൻ സ്വയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഇവരെല്ലാവരും ആ കല്യാണത്തിന് അവിടെ ഉണ്ടാവും. കല്യാണത്തിന് 3 ദിവസം മുൻപ് തന്നെ ആ നാട് അവരുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. ഈ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു കല്യാണമായിരിക്കും രാജീവ് വർമ്മയുടെ. വെടിമരുന്നുകളും കതിനകളും കൊണ്ട് നിറയും ഈ കല്യാണം. ശിവപുരത്തിന് പുറത്തു നിന്നും കേമന്മാരായ വെടിക്കെട്ടുകാരന്മാരെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്.
പിന്നെ പാചകത്തിനാണെങ്കിൽ പറയണ്ട. നാളെ പാചകം തന്നെയാവും അവിടെ നടക്കാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ ലക്ഷങ്ങൾ വിലയുള്ള താലിമാലയും നെക്ലസുമാണ് ചെക്കൻ പെണ്ണിനെ അണിയിക്കുന്നത്. 50 ആഡംബര കാറുകളാ അവര് പെണ്ണിന് അകമ്പടി വരാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ വിവാഹം നടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും മുന്തിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും. ഇങ്ങനെ ഒരു കല്യാണം ഇവിടെ മുമ്പ് നടന്നിട്ടില്ല, ഇനി വരും കാലങ്ങളിലോട്ട് നടക്കുമെന്ന് തോന്നുന്നുമില്ല. അമ്പോ, കേട്ടിട്ട് തന്നെ കുളിരു വരുന്നു. ഇത്രയും വലിയൊരു കല്യാണമൊക്കെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറാൻ പോകുന്ന സുരഭി എന്ത് ഭാഗ്യം ചെയ്തവളാണല്ലേ. ഇത്രയും ആഡംബരങ്ങൾക്ക് പുറമെ അവർ ക്ഷണിക്കുന്ന അതിഥികളുടെ കാര്യത്തിലും ഒരടി പിന്നിലേക്ക് പോയിട്ടില്ല. അവർ ഒരുപാട് വലിയ വലിയ ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതായത് വലിയ രാഷ്ട്രീയ നേതാക്കള്, പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവര്, പിന്നെ നമ്മളൊക്കെ കേട്ട് മാത്രം പരിചയമുള്ള ആചാര്യന്മാര്, വീരയോദ്ധാക്കള്, അങ്ങനെ അങ്ങനെ കുറേയേറെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിരുന്നു. പിന്നെ വിവാഹം മുഴുവൻ TV-യിൽ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അന്ന് അവിടെ ചെല്ലാൻ പറ്റാത്തവർക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും ഒക്കെ വീട്ടിലിരുന്ന് കാണാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇതുപോലെയുള്ള ചർച്ചകൾ ആ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുകയാണ്. പരസ്പരം കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനില്ലാത്ത അവസ്ഥ. അത്രത്തോളം പ്രാധാന്യവും പ്രസിദ്ധിയും സാധാരണ ജനങ്ങളുടെ ഇടയിൽ രാജീവ് വർമ്മയുടെയും സുരഭിയുടെയും വിവാഹത്തിന് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു കാർ അനന്തന്റെ ബംഗ്ലാവിലേക്ക് അയക്കപ്പെട്ടു. തറവാട്ടിലേക്ക് അവനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരാൻ. അനന്തനും കുടുംബത്തിനും വരാൻ വേണ്ടി ഒരു വണ്ടിയാണ് അയച്ചിരിക്കുന്നതെങ്കിലും അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടി കൂടി അവിടേക്ക് വന്നു നിന്നു. ആ വണ്ടിയിൽ 5 പേരുണ്ടായിരുന്നു. അതിലൊരാൾ സുരഭിയുടെ അനിയൻ സേതുവാണ്. മുൻപൊരിക്കൽ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതിന്റെ അനുഭവം അവൻ മറന്നിട്ടില്ല. എന്നിട്ടും വീണ്ടും വിവാഹത്തിന് വിളിച്ചുകൊണ്ടു പോകാൻ അവൻ തന്നെ വന്നിരിക്കുന്നു. ഒരു വില കൂടിയ ഷെർവാണിയായിരുന്നു അവൻ ധരിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള നല്ലൊരു ബ്രാൻഡഡ് വാച്ച് അവൻ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ചേരുന്ന അഹങ്കാര ഭാവവും മുഖത്തുണ്ട്. അനന്തന്റെ ബംഗ്ലാവിലേക്ക് അവൻ കാറിൽ ഇരുന്നു കൊണ്ട് ഒഴിഞ്ഞു നോക്കി. സേതു കാറിൽ തന്നെ ഇരുന്ന് ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, ചെന്ന് ആ മണിമാളികയുടെ ബെല്ലടിച്ച് എല്ലാത്തിനെയും വിളിച്ചിറക്ക്. ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. സേതു പറയുന്നത് കേട്ട് വണ്ടിയിൽ അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന 4 പേരും ഇറങ്ങി. അതിലൊരാൾ സേതു പറഞ്ഞതുപോലെ ബെല്ലടിച്ച് തറവാട്ടിലേക്ക് വരാനുള്ള കത്തുമായി നിന്നു. ഈ സമയം കാറിന്റെ ഡ്രൈവർ സേതുവിനോട് ചോദിച്ചു, സാറേ, എനിക്ക് തോന്നുന്നത് അനന്തൻ ഇപ്പോ വലിയ പണക്കാരനായിന്നാ. ദേ വീട് കണ്ടില്ലേ? നമ്മൾ ഇനി വെറുതെ അവനെ ഉപദ്രവിക്കാൻ നിൽക്കണോ? ഇത്രയും പണക്കാരനായിട്ടും അവൻ നിങ്ങളുടെ ഒന്നും പിന്നാലെ ശല്യം ചെയ്ത് വരുന്നില്ലല്ലോ. അവൻ അവന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കല്ലേ. നമ്മളായിട്ട് എന്തിനാ അങ്ങോട്ടൊരു പ്രശ്നത്തിന് പോണത്? അയാൾ ചോദിച്ചു. അയാളുടെ ചോദ്യം കേട്ട് സേതുവിന് ദേഷ്യം വന്നു. അവൻ അയാളോട് പൊട്ടിത്തെറിച്ചു. അവൻ ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? എന്നവൻ കോമയിൽ നിന്ന് എഴുന്നേറ്റോ അന്ന് മുതൽ ഞങ്ങൾക്ക് ശല്യ. പാഴ്വസ്തു പോലെ കിടന്ന ആ ശരീരത്തിന് ജീവൻ വെച്ച അടുത്ത നിമിഷം ആ തെണ്ടി എന്റെ നെഞ്ചിൽ ചവിട്ടിയത് ഞാൻ മറക്കില്ല. അതിനുശേഷം ഓരോ ദിവസവും എന്റെ അമ്മയെ അപമാനിക്കുന്നു, ചേച്ചിയെ ശല്യം ചെയ്യുന്നു, ഞങ്ങളുടെ ഹോസ്പിറ്റൽ തകർക്കാൻ നോക്കുന്നു. അങ്ങനെ അങ്ങനെ എന്നും ഓരോ വഴിക്ക് അവന്റെ ശല്യ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് എന്നാണെന്നറിയോ? ആ അലവലാതിയുടെ നാശം കാണുന്ന ദിവസം. അന്നേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇനി ഉറങ്ങാൻ പറ്റൂ. പിന്നെ താൻ പറഞ്ഞല്ലോ അനന്തൻ ഇപ്പോ വലിയ പണക്കാരനായി, അതുകൊണ്ട് ഇനി അവനോട് അതിന്റെ മര്യാദ കാണിക്കണമെന്നൊക്കെ. ഭാർഗവ ഗ്രൂപ്പിന്റെ വളർത്തുനായ ഇത്രയും ബഹുമാനമൊക്കെ അർഹിക്കുന്നുള്ളൂ. അവൻ എങ്ങനെയാണ് കാശുണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. അവന് ഞങ്ങൾ ഭയക്കണമെന്നോ? ഒരിക്കലുമില്ല. അവനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇത് കേട്ട് സേതുവിനെ പിന്തുണച്ചു. നീ പറഞ്ഞത് ശരിയാ. ഈ അനന്തൻ എന്ന് പറയുന്നവൻ ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തനാ. പണക്കാരെ ബഹുമാനിക്കണമെന്നോ അതോ അവന്റെ നില മനസ്സിലാക്കി പെരുമാറണമെന്നോ അവന് ബോധമില്ല. അഹങ്കാരമാണെങ്കിൽ ആകാശത്തോളം ഉണ്ട്. സാരമില്ല, നമ്മുടെ രാജീവ് സാറ് വന്നില്ലേ, ഇനി അവന്റെ അഹങ്കാരമൊക്കെ തനിയെ മാറിക്കോളും. ഈ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ റേഞ്ച് തന്നെ മാറാൻ പോകുമല്ലേ. പിന്നെ ഈ അനന്തനെ പോലെ ഉള്ളവന്മാര് നിങ്ങളുടെയൊക്കെ വാലാട്ടി പട്ടികളെ പോലെ നടന്നോളും. ഈ കല്യാണം ഒന്ന് കഴിയുമ്പോഴേക്കും സേതുവിന് നേരിട്ട് തന്നെ അനന്തനോട് പ്രതികാരം ചെയ്യാലോ. പിന്നീട് ഒന്നും വെച്ച് താമസിപ്പിക്കരുത്.
തന്റെ സുഹൃത്തുക്കളുടെ ഈ വാക്കുകളൊക്കെ കേട്ട് സേതുവിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അനന്തന്റെ അച്ഛനും അനിയത്തിയും ഒക്കെ രാവിലെ തന്നെ കല്യാണത്തിന് പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അനന്തനും കൂടി തയ്യാറായി വന്നതും അവർ പുറത്തേക്ക് വന്നു. തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആള് വന്നതറിഞ്ഞിട്ടും അനന്തനും വാസുദേവനും ഒന്നും അവരെ ഗൗനിച്ചില്ല. മുത്തശ്ശി കല്യാണം പ്രമാണിച്ച് 2 ദിവസം മുൻപേ തറവാട്ടിലേക്ക് പോയിരുന്നു. അവർ സേതുവിനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്കിറങ്ങി. തന്റെ സ്വന്തം കാറിലാണ് അനന്തൻ കല്യാണത്തിന് പോയത്. അനന്തന്റെ മുഖത്ത് അതൊരു ഭയവുമില്ല എന്ന് കണ്ട സേതു കൂടെയുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു: എന്നെ രാജീവേട്ടനും സുരഭി ചേച്ചിയും കൂടിയാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. പേടിച്ചിട്ടെങ്ങാനും അനന്തൻ ഇന്ന് വരാതെ ഇരുന്ന ഞങ്ങൾക്കല്ല നഷ്ടം. പക്ഷെ ഇവന്റെ മുഖം കണ്ടിട്ട് ചാവാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവന്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കാം. ഇനി പോണ വഴിക്ക് എങ്ങാനും നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞാലോ. സേതു അതും പറഞ്ഞ് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ ഓർഡർ ചെയ്തു. അനന്തൻ അവന്റെ തറവാടിന് അരികിലെത്താറായപ്പോൾ തന്നെ ഒരുപാട് അലങ്കാരങ്ങളും വില കൂടിയ ആഡംബര കാറുകളും ഒക്കെ അവൻ കണ്ടു. എല്ലാവരും വളരെയധികം ആവേശത്തിലാണ് എന്ന് അവന് മനസ്സിലായി. അവരകത്തേക്ക് കയറിയതും സേതുവും അവിടെ എത്തിക്കഴിഞ്ഞു. അവൻ അവരെ വിനയം നടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, 3 പേരും അകത്തേക്ക് വരൂ. ദേ ഇവിടെ ഇരിക്കെ, ഫുഡൊക്കെ എൻജോയ് ചെയ്. കല്യാണ മുഹൂർത്തം ആവാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. സേതുവിന്റെ സൽക്കാരമൊക്കെ കണ്ട് അരുന്ധതി ഇതെന്ത് കൂത്ത് എന്ന ഭാവത്തിൽ അനന്തനെ നോക്കി. അവൻ ചിരി അടക്കി പിടിച്ച് അവളെ നോക്കി ഒന്നുമില്ല എന്ന ഭാവത്തിൽ കണ്ണു ചിമ്മി. അധ്യായം 134. കല്യാണത്തിന് വന്ന അനന്തനെയും വാസുദേവനെയും അരുന്ധതിയെയും സേതു കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഒഴിഞ്ഞ ഒരു ടേബിളിൽ ഇരുത്തി.